ഗുളികൻ തെയ്യം. മൃഗണ്ഡു മഹർഷി കൊടും തപം ചെയ്ത് നേടിയ മകനാണ് മാർക്കണ്ഡേയൻ. ഭക്തവത്സലനായ കൈലാസവാസി. മൂഢനാം മകനാണെങ്കിൽ 100ഓളം വയസ്സ് ജീവൻ. സർവജ്ഞനാം മകനാണെങ്കിൽ 16 സംവത്സരം മാത്രം. ഇതിലേതു മകൻ വേണമെന്ന് കൽപ്പിക്കവേ സർവജ്ഞനാം മകൻ ഒരുത്തൻ മതിയെന്ന് മൊഴിഞ്ഞതിനാൽ അപ്രകാരമെന്ന് അനുഗ്രഹിച്ചു മറഞ്ഞാണ് നീലകണ്ഠൻ. ഇപ്പോഴിതാ കരിയില കാറ്റിലടർന്നതുപോലെ വർഷം 15 കഴിഞ്ഞു വീണു. സർവജന സമാരാധ്യനായി കീർത്തിയെമ്പാടും പരത്തിയ മകനെ ഓർത്ത് മഹർഷിയുടെ മനമുരുകി. ഊണും ഉറക്കവും അകന്ന് ദുഃഖിച്ചിരിക്കുന്ന താതനെ മാർക്കണ്ഡേയൻ പാദം വണങ്ങി കാരണമാരാഞ്ഞു. ശിവഭക്തനായ മകൻ പിതാവിനെ സാന്ത്വനിപ്പിച്ചു. പിന്നെ പരമ്പൊരുളാം പരമേശ്വരനെ തപം ചെയ്ത് പ്രീതി നേടി അമരാൻ മാർക്കണ്ഡേയൻ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കരികിലേക്ക് പോയി. മാർക്കണ്ഡേയൻ കഠിന തപം തുടങ്ങി. രാവും പകലും അടർന്നു വീണുകൊണ്ടേയിരുന്നു. കാറ്റും മഴയും വെയിലും മഞ്ഞും മാറി മാറി വന്നു. അന്നാ കൃഷ്ണപഞ്ചമി നാളിൽ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്നു. യമലോകത്ത് ചിത്രഗുപ്തൻ കണക്ക് കുറിച്ചു കൂട്ടി. കാലനെ വേഗം വിളിപ്പിച്ചു. ഇന്ന് സന്ധ്യാനേരമാകുമ്പോഴേക്കും മാർക്കണ്ഡേയന്റെ ആയുസ് പൂർത്തിയാകും. വേഗം ഭൂലോകം പൂകി കാര്യം നടത്തണം. കാലൻ പാശവും തൃശൂലവും കയ്യിലേന്തി മഹിഷപ്പുറത്തേറി ഭൂമിയിലെത്തി. മാർക്കണ്ഡേയൻ തപസ് ചെയ്യുന്ന ക്ഷേത്രത്തിന് പുറത്തെത്തി. അകമുഴങ്ങുമാർ അരുൾ ചെയ്തു: കാലം കളയാതിറങ്ങി വന്നിടുക ബാല, മൂടമിപ്പണി പാഴിലാകാതിരിക്കുമോ? തപസ്സു ഞെട്ടിയ ബാല മാർക്കണ്ഡേയൻ പാരം വന്നരിശമടക്കി മൊഴിഞ്ഞു: വരുവാൻ അവസരമായില്ല. വെളിയിലെന്തിന് വെറുതെ ബാധയാകുന്നു? കാലന് സഹികെട്ടു. ധിക്കാരം പറയാതെ ഭ്രമകൽപ്പിതം പോലെ കർമ്മമൊടുങ്ങിയ നീയങ്ങണേക വൈകാതെ. അപ്പോഴും കൂസലകന്ന് മാർക്കണ്ഡേയൻ നീലകണ്ഠനാമം ജപിച്ചിരിക്കുന്നതേയുള്ളൂ. കാലന് വെപ്രാളമായി. നിശ്ചിത നേരം തന്നെ ജീവനെടുക്കാതെ നിൽക്കുന്നതെങ്ങനെ? പരമേശ്വര കോവിലിനകത്ത് കയറാൻ മുതിരുന്നതും പാപമല്ലേ? കാലൻ ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ ഇടം വലം നോക്കാതെ കുരുക്കിട്ട കയർ മാർക്കണ്ഡേയന്റെ കഴുത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞു. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരളുരുകി പ്രാർത്ഥിക്കുന്ന മാർക്കണ്ഡേയന്റെ കഴുത്തും ശിവലിംഗവും കയറിൽ ഒന്നിച്ചു കുരുങ്ങി. കാലൻ മറ്റൊന്നും നോക്കാതെ ആഞ്ഞു വലിച്ചു. ശിവലിംഗം ഇളകി. മാനത്തിടി മുഴങ്ങി. പ്രപഞ്ചമാകെ ഇളകിയാടി ഉലഞ്ഞു. കോപാകുലനായ പരമേശ്വരൻ പ്രത്യക്ഷനായി. കാലന്റെ ധിക്കാരം കണ്ട് നെടിലത്തിലെ നേത്രം തുറന്നു. അഗ്നിജ്വാലകൾ അലറി വീണു. കാലൻ ഒരു പിടി ചാമ്പലായി മാറി. തൊഴുതു നിൽക്കുന്ന ഭക്തനിൽ സംപ്രീതനായി. എന്നും 16 വയസ്സ് എന്നനുഗ്രഹിച്ച് മഹേശൻ മറഞ്ഞു. കാര്യമറിഞ്ഞ് ദേവകൾ പരിഭ്രാന്തരായി. കാലനില്ലാത്ത കാരണത്താൽ ഭൂമിയിൽ മർത്യന്മാരും മരണമില്ലാത്തവരായി. ദേവമുഖ്യന്മാർ പരമേശ്വര സന്നിധിയിലെത്തി കാര്യമുണർത്തിച്ചു. കാലാന്തകൻ കാര്യഗൗരവമറിഞ്ഞ് സ്വന്തം പെരുവിരലിൽ നിന്നും മറ്റൊരു കാലനെ സൃഷ്ടിച്ചു. കയ്യിലേന്താൻ തൃശൂലവും പൊന്മണിയും കനിഞ്ഞു നൽകി. കാലൻ ശൂലവുമേന്തി ഭൂമിയിലേക്കിറങ്ങി. പരമേശ്വരൻ പുനഃസൃഷ്ടി നടത്തിയ കാലനാണത്രേ ഗുളികൻ തെയ്യൻ. ചെമ്പകമരച്ചോട്ടിലാണ് ഗുളികന്റെ ആസ്ഥാനം. കാണികളെ ചിരിപ്പിക്കുന്ന ക്രീഡകളിൽ അതിതൽപരനാണ് ഗുളികൻ.